പോകുന്ന ഒരു യാത്രയല്ല ഒരു ലഡാക്ക് ട്രിപ്പ് എന്ന് പറയുന്നത്. ഒരാളുടെ കാലിന് ചെറിയ പ്രശ്നം വന്നു, അങ്ങനെ ഒരാളും, എനിക്കത് ഓർമ്മയിട്ടില്ല എന്തോ നടന്നു, മറ്റേ റോട്ടി അങ്ങനത്തെ സാധനമല്ല. ഞാനൊരു ഇൻസിഡൻറ്റ് ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പുള്ളിയുടെ പേര് വെങ്കട്ടരാമൻ എന്നോ വെങ്കടേശൻ എന്നോ അങ്ങനെ എന്തോ ആണ്. ഇതിനിടയിൽ വേറെ കുറച്ച് കാര്യങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യം എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമുണ്ട്. ഈ മിറർ ഇങ്ങനെ അകത്തേക്ക് മടക്കിയിരിക്കും. ചേട്ടാ നമസ്കാരം, സമയമായി എന്ന ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. ചേട്ടൻ ആരാണ് എന്താണെന്നൊന്ന് പരിചയപ്പെടുത്താവും. പ്രേക്ഷകർക്ക് ചേട്ടനെ അറിയത്തില്ലായിരിക്കും. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. തിരുവനന്തപുരം വെള്ളയമ്പലമാണ് എൻ്റെ സ്ഥലം. ഒരു ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് US ഫാർമ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. 2007 തൊട്ട് കേരളത്തിലുള്ള ഒരു കമ്പനിയിലാണ്. മൊത്തം 10-30 വർഷത്തോളമായി ഈ ഫീൽഡിൽ തന്നെയാണ്. ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ ജനിച്ചു വളർന്നതും എല്ലാം വെള്ളയമ്പലം തന്നെയാണ്. വൈഫും ഒരു മകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇന്ത്യ കറങ്ങി ലഡാക്ക് വരെ എത്തി എന്നുള്ളത്. അപ്പം എല്ലാവരും ചിന്തിക്കും പുതിയ വണ്ടി അല്ലെങ്കിൽ പുതിയൊരു കാർ അല്ലെങ്കിൽ ബൈക്ക് എടുത്തിട്ടായിരിക്കും സഞ്ചരിച്ചിരുന്നത്. പക്ഷേ വ്യത്യസ്തമായിട്ട് ചേട്ടനൊരു വിൻറ്റേജ് ബൈക്കാണ് സെലക്ട് ചെയ്തെടുത്തത്. അതിനുള്ള കാരണം എന്തായിരിക്കും? ആളുകൾ കാണുമ്പോൾ അതൊരു വിൻറ്റേജ് ബൈക്കാണെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നൊരു ബൈക്കാണ്. അപ്പോൾ ഐ നെവർ ഫെൽ ദാറ്റ് അതൊരു വിൻറ്റേജ് ആണെന്ന്, അല്ലെങ്കിൽ ഒരു ക്ലാസിക് ബൈക്കാണെന്ന് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. അപ്പോൾ വിൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർക്ക് അതൊരു വിൻറ്റേജാണ്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവരുടെ ചിന്താഗതി അല്ലല്ലോ അന്നത്തെ. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ 70s ആണ്. അപ്പം 70s ഇറങ്ങിയിട്ടുള്ള ബൈക്കുകൾ 80s ഒക്കെ ആയപ്പോൾ നമുക്കൊരു പ്രായമൊക്കെ കുറച്ചൊരു മെച്യൂരിറ്റി ലെവലിലോട്ട് കുറച്ച് അറിവൊക്കെ വരുന്ന ഒരു സമയം. ആ സമയത്ത് ഇന്നത്തെ ബജാജിൻ്റെ ചേതൊക്കെ ഉള്ളൂ, പൾസറില്ല. പിന്നെ അങ്ങനത്തെ വളരെ കുറച്ച് ബൈക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 83, 84 ഒക്കെ ആകുമ്പോഴാണ് 100cc ബൈക്കുകൾ വരുന്നത്. അതിന് ഉപയോഗം പറഞ്ഞാൽ രാജ്ദൂത്, എൻ്റെ അറിവിൽ SD, ജാവ, ഇതൊക്കെ ഉള്ളൂ. ബുള്ളറ്റ്, ഇത്രയാണ് എൻ്റെ അറിവിലുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു വിൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ ജനറേഷൻ അത് പറയാം, തീർച്ചയായിട്ടും പറയാം. പിന്നെ എനിക്കത് അന്നേ ഒരു സ്വപ്ന വണ്ടിയായിരുന്നു. കുട്ടിക്കാലം തൊട്ട് SD എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്ന വണ്ടി. ബിക്കോസ് എൻ്റെ മാമൻ്റെ യൂസ് ചെയ്തിരുന്ന വണ്ടി അതായിരുന്നു. മാമ അത് ജസ്റ്റ് കഴിവാൻ നേരത്തൊക്കെ അടുത്ത് തന്നിരുന്ന് അങ്ങനെ ഹെൽപ്പ് ചെയ്ത് പിന്നെ മാമൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് ആദ്യം ഓടിച്ചത്. ഒരു മധുചേട്ടൻ്റെ വണ്ടി, ഒരു KLB രജിസ്ട്രേഷൻ D250 ആയിരുന്നു. ആ ത്രില്ലിൽ പിന്നെ വീട്ടുകാരെനിക്ക് ആദ്യം വാങ്ങിച്ചു തന്നത് ഒരു 100cc ആയിരുന്നു. കാരണം അന്നത്തെ കാലത്ത് SD എന്ന് പറയുന്നതിന് ഇന്നത്തെ അത്ര വാല്യൂ ഇല്ല. അന്നെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ വണ്ടി ആണ്, പിന്നെ ആക്സിഡൻ്റ് ഉണ്ടാകുന്ന വണ്ടിയാണ്, മണ്ണെണ്ണയിൽ ഓടുന്ന വണ്ടിയാണ്. അതിനൊരു അന്തസ്സില്ലാത്തൊരു വണ്ടിയായിട്ട് തുറന്നു പറഞ്ഞാൽ അതായിരുന്നു എൻ്റെ അന്തകാലത്ത്. പൈസ കുറവുള്ളവൻ വാങ്ങിക്കുന്നൊരു വണ്ടി. അങ്ങനെ എനിക്ക് 100cc ആണ് ആദ്യം വാങ്ങിച്ചു തന്നത്. പിന്നെ വീട്ടുകാരറിയാതെ തന്നെ ബുദ്ധിപൂർവ്വം അത് വീട്ടുകാരറിയാതെ വിറ്റു. കുറച്ച് പൈസ ലാഭം കിട്ടി, അത് പുട്ടടിച്ചു. എന്നിട്ട് നേരെ SD-യിലേക്ക് അന്ന് വാങ്ങിച്ചു. അതായിരുന്നു എൻ്റെ SD-യുടെ തുടക്കം. അന്നത്തെ പ്രേമമാണ് സാറിന് ഇപ്പോഴും. SD ഇപ്പോഴും ഉണ്ടോ കയ്യിൽ? കീപ്പ് ചെയ്യുന്നു? ഇപ്പോൾ എൻ്റെ കയ്യിൽ 6 SD ഉണ്ട്. 6 SD ഡിഫറെൻറ്റ് മോഡൽസ്. അതിലൊരു വണ്ടി ഇപ്പോൾ എൻ്റെ നിലവിൽ വീട്ടിലുള്ളൂ. ബാക്കി പലയിടത്തായിട്ട് ഇവിടെ വയ്ക്കാനുള്ള ഒരു സ്പേസിൻ്റെ ഒരു പ്രശ്നം കാരണം പലയിടത്തായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഒന്നും ഇപ്പം ലോക്ക്ഡൗൺ ഒരു വല്ലാത്തൊരു ചേഞ്ച് ഓവർ ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം പലതിനെയും ടെസ്റ്റ് മുടങ്ങി, പിന്നെ അത് നന്നാക്കാതെ ഇട്ട് അങ്ങനെ അങ്ങ് ഇരുന്ന് പോയി. അതിലൊരു 5 വണ്ടി, ഒരു വണ്ടി മാത്രമേ ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ളൂ. അതാണ് സത്യം. അപ്പം സാർ, ഈ വിൻറ്റേജ് ബൈക്കുകൾ പുതിയ ബൈക്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സുഖസൗകര്യങ്ങൾ കുറവായിരിക്കും, ഫീച്ചേഴ്സ് കുറവായിരിക്കും. അപ്പം മെയിൻലി എല്ലാവരും ബൈക്ക് റൈഡിന് കൂടുതൽ പറയുന്നത് ബാക്ക് പെയിൻ്റെ കാര്യമാണ്. അപ്പം ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഫെറ്റീഗ് സാറിന് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെ മറികടന്നു? നമ്മൾ ഒരു ദിവസം തീരുമാനിച്ചിട്ട് പോകുന്ന ഒരു യാത്രയല്ല ഒരു ലഡാക്ക് ട്രിപ്പ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പറയുമ്പം അത് എനിക്ക് ലഡാക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പോകണം, ട്രിപ്പ് അടിക്കണം എന്നുള്ളത് കുട്ടിക്കാലത്തെ എൻ്റെ മോഹം അങ്ങനെയൊന്നുമല്ല. ഇതിൽ ലോങ് പോകണം. ഞാൻ കണ്ട ഒരു ലോങ് എന്ന് പറഞ്ഞാൽ മൂന്നാറൊക്കെ ആയിരുന്നു. അതിനപ്പുറം ഒരു കറക്കം എൻ്റെ ഒരു പ്ലാനിൽ അങ്ങനെ പണ്ടേ ഒന്നുമില്ലായിരുന്നു. പക്ഷേ പിന്നീട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊന്ന് ഞാൻ ഡിഗ്രിക്കോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ദീപക് കാമത്ത് എന്ന് പറയുന്ന ഒരാൾ 7 കോണ്ടിനെൻ്റ് കറങ്ങിയിട്ട് വന്നു ഒരു SD റോഡ് കിങ്ങിൽ. ആ വണ്ടി നേരിട്ട് കാണാനുള്ള ഭാഗ്യവും പുള്ളിയെ നേരിട്ട്
പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളി പോകുമ്പോഴാണ് ഇത് ഇങ്ങനത്തെ ഒരു വണ്ടിയാണെന്നൊക്കെ അന്ധകാലത്ത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഓട്ടോ മാഗസിൻ അതിൽ ഇതിൻ്റെ ഫീച്ചറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇത് ലോങ് പോകുന്ന ഒരു വണ്ടിയാണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലും കയറി. പിന്നെ ഈ വണ്ടി എൻ്റെ കയ്യിൽ ഞാൻ മെഡിക്കൽ റെപ്പായിട്ട് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന കൊല്ലത്താണ്. അപ്പോൾ അവിടെ ഞാൻ ഈ വണ്ടി കൊണ്ടുപോകുമ്പോൾ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിത്ത് ഓയിൽ 22 രൂപയോ 21 രൂപ എന്തോണ് പെട്രോൾ. അപ്പോൾ അന്ന് കിലോമീറ്ററിന് കമ്പനി എടുക്കുന്ന പൈസയായിട്ട് മിസ്മാച്ച് ആയതുകൊണ്ട് അന്ന് ഞാൻ ആ വണ്ടി വിറ്റു. അന്ന് എനിക്ക് തോന്നുന്നു 98-ലോ 99-ലോ എന്താണ് ഞാൻ വണ്ടി വിൽക്കുന്നത്. എന്നിട്ടൊരു ചേതക്ക് എടുക്കുന്നു, ബജാജ് ചേതക്ക്. പിന്നെ അതിലായിരുന്നു പിന്നെ മെഡിക്കൽ റെപ്പ് കൂടുതൽ സമയം അതിലായിരുന്നു. പിന്നെ ഞാൻ 100cc വിക്ടറിലേക്ക് എന്തോ പോയി. പിന്നെ അതിനുശേഷം 2007-ൽ 6-7-ൽ ഞാൻ അഗെയിൻ ഒരു SD വാങ്ങിക്കുന്നു. ആ SD പിന്നെ വിൽക്കുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള പിന്നെ വാങ്ങിച്ചിട്ടുള്ള വണ്ടികളിൽ ഒന്നും ഞാൻ വിറ്റിട്ടില്ല, 1-2 വണ്ടികളിൽ ഒഴിച്ചല്ല. അത് വെച്ചാൽ മനസ്സിന് തൃപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ വണ്ടി വിൽക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഉള്ളതെല്ലാം നല്ല തൃപ്തിയായിട്ട് എടുത്ത വണ്ടികളാണ്. ഓക്കെ. അപ്പം സാറിപ്പം ലോങ് ഡ്രൈവ് പോകുമ്പം പ്രത്യേകിച്ചൊരു പഴയ വണ്ടിയാണ്. അപ്പം ഇതിനുള്ള സ്പെയർ പാർട്സുകൾ കൂടെ കരുതിയിരുന്നോ അതോ പോകുന്ന വഴിക്ക് കംപ്ലൈൻ്റ് ആയോ, എന്തെങ്കിലും കിട്ടിയായിരുന്നോ? സ്പെയർ പാർട്സിനെ കുറിച്ച് ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അങ്ങനെ പോകുന്ന സാധനങ്ങൾ വളരെ കുറവാണ്. ലൈക്ക് CDI എപ്പോൾ വേണോ അടിച്ചു പോവാം, ഇലക്ട്രിക് സാധനങ്ങൾ. അല്ലാതെ ഇതിൻ്റെ ക്ലച്ച് പോവുക, ചെയിൻ സ്പ്രോക്കറ്റ് പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പഞ്ചർ, അത് ഏത് വണ്ടിക്ക് എപ്പോൾ വേണോ പറ്റാം. പുതിയ ഇതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പഴയ വണ്ടി പുതിയ വണ്ടിക്ക് പഞ്ചറാവുന്നത്. ബാക്കി അല്ലാതെ ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ദൈവം സഹായിച്ച് എനിക്ക് ഇതിൻ്റെ പണിയെന്ന് അറിഞ്ഞിടാത്തതുകൊണ്ട് വലിയ ടെൻഷനില്ലായിരുന്നു. ഇത്ര കിലോമീറ്റർ പോകുമ്പോൾ ഇങ്ങനെ ആവും അങ്ങനെ ആവും എന്നുള്ള ടെൻഷനൊന്നും ഇല്ലായിരുന്നു. എൻ്റേത് അന്ന് പോയ അതേ സിലിണ്ടർ കിറ്റും പിസ്റ്റണും തന്നെയാണ് ഇപ്പോഴും വണ്ടി കിടക്കുന്നത്. ചൈനീസ് പ്രോക്കറ്റ് ഇടയ്ക്ക് മാറും, ക്ലച്ചൊക്കെ മാറും എന്നുള്ളതല്ലാതെ. പിന്നെ കേബിൾസ് പൊട്ടാം. അപ്പം ഞാൻ ആ ലോങ് പോയ സമയത്ത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെയും ക്ലച്ചിൻ്റെയും കേബിളുകൾ കൈനറ്റിക് ഹോണ്ടയുടെ ബ്രേക്ക് കേബിൾ ഓൾട്ടർ ചെയ്ത് ഇട്ട്. കാരണം ഒരു കാരണവശാലും ക്ലച്ച് പൊട്ടാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് കൈനറ്റിക് ഹോണ്ടയുടെ ബ്രേക്ക് കേബിൾ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് പുള്ളി മെക്കാനിക്ക് ഇവിടെ ഒരു ജഗതിയിലുള്ളൊരു അനി എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് എനിക്ക് ആദ്യത്തെ ട്രിപ്പിന് വണ്ടി ഫുൾ ഒരുക്കി തന്നത്. അപ്പോൾ അന്ന് അത്ര ഒരു ഇതേ ഉള്ളൂ. പിന്നെ അല്ലാതെ CDI യൂണിറ്റും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ, ഇലക്ട്രിക് സാധനങ്ങൾ മാത്രം കുറച്ച് എടുത്തു, കുറേ സ്പാനർ എടുത്തു എന്നുള്ളതല്ലാതെ. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ എനിക്ക് ടെൻഷനൊന്നും അധികമില്ലായിരുന്നു. ബിക്കോസ് അതിൽ പ്രത്യേകിച്ച് പണിയൊന്നും എനിക്കറിയില്ല. SD-യുടെ ക്ലച്ച് മാറ്റാനോ ആക്സിലേറ്റർ കേബിൾ മാറ്റാനോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ടെൻഷനുമില്ല. പണി അറിയുമ്പോഴാണ് നമുക്കിത് അയ്യോ അത് പോവോ ഇത് പോവോ എന്നുള്ള ടെൻഷനൊക്കെ. അങ്ങനെയൊന്നുമില്ല, പോകുന്നവരെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് വന്നപ്പോഴത്തേനും ബൈക്കിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ബൈക്കിൻ്റെ പെർഫോമൻസ് ക്ലച്ചിന് ചെറിയ ഇരപ്പ് കൂടിയായിരുന്നു എന്നുള്ളതല്ലാതെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പിന്നെ നമുക്കൊരു ഓക്സിജൻ്റെ ഒരു സ്കേഴ്സിറ്റിയുടെ നമുക്കും ഒരു ഇതുണ്ടായിരുന്നു, ശ്വാസം കിട്ടാതെ വരുമ്പോൾ. അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതെല്ലാം നമ്മുടെ മനസ്സാണ്, നമ്മുടെ മനസ്സിൻ്റെ ഒരു ത്രില്ലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഇതുവരെ കാണാത്തൊരു സ്ഥലം, ഇപ്പോൾ ലഡാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ്. അല്ലാതെ നമ്മളൊന്നും സ്വപ്നത്തിൽ അങ്ങോട്ട് എത്തിപ്പെടുമെന്ന് കുട്ടിക്കാലത്തൊന്നും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. നമ്മളൊരു കാശ്മീർ പോകുന്നു അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്നു ഒന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. സിനിമയിൽ കാണുന്ന ലൊക്കേഷൻ എന്നുള്ളതിനപ്പുറം വേറെ ഒന്നുമില്ല. പക്ഷേ വളരെ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് പോകുമ്പം എൻ്റെ 2 ബൈക്കിലായിട്ട് ഞങ്ങൾ 3 പേരെ പോയത്. ഞങ്ങൾ 3 പേരും ക്രൈസ്ലറിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. ഒരാൾ എയർഫോഴ്സിലും ഒരാൾ IT ഫീൽഡിലുമായിരുന്നു. ശ്രീജിത്തും അരുണീപ്പനും, ഞാനും ശ്രീജിത്ത് തന്നെ. അവരവൻ 2 ശ്രീജിത്തും ഒരു അരുണീപ്പനുമായിട്ടാണ് പോയത്. അവർ രണ്ടുപേരും ശ്രീനഗറിൽ നിന്ന് പിന്നീട് തിരിച്ച് ഫ്ലൈ ചെയ്തു ബൈക്ക് പാർസലായിട്ട്. ഞാൻ ശ്രീനഗറിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് ഓടിക്കുകയാണ് ചെയ്തത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ചണ്ഡീഗഡ്, മണാലി, അങ്ങനെ ലേയിലേക്കാണ് പോയത്. അപ്പോൾ അത് അങ്ങനെ പോയി ഞങ്ങൾ കാർഗിൽ വഴി പേൽഗാം എല്ലാം കയറി തന്നെയാണ് ശ്രീനഗറിൽ നിന്ന് അവർ രണ്ടുപേരും. ഒരാളുടെ കാലിന് ചെറിയ പ്രശ്നം വന്നു, അങ്ങനെ ഒരാൾക്ക് ലീവിൻ്റെ പ്രശ്നം കാരണം അങ്ങനെ പോയി. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് തിരിച്ച് ഒറ്റയ്ക്കായിരുന്നു ശ്രീനഗറിൽ ടിൽ കന്യാകുമാരി.
അപ്പം സാറിന് ഈ യാത്രക്കിടയിൽ പല ആൾക്കാരെ കണ്ടുമുട്ടിയിട്ടുണ്ടാവും, പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അതിൽ മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു അനുഭവമോ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. മറക്കാൻ പറ്റാത്തതായിട്ടുള്ളതേ ഉള്ളൂ. മെമ്മറീസ് എന്ന് പറയുന്നത്, യാത്രയിൽ കിട്ടുന്ന മെമ്മറീസ് എന്ന് പറയുന്നത് ഒരു ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. നല്ല കുറേ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. കുറേ ഫണ്ണി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് നമ്മളൊരു ആക്ച്വലി ഞാൻ സിംഗിൾ ഒരു ബൈക്കിലാണ് പോയത്. മറ്റേ രണ്ടുപേരും അല്ല, ഞങ്ങൾ രണ്ടുപേര് ഒരു ബൈക്കിൽ, ഞാനും വേറൊരാൾ ശ്രീജിത്ത്, രണ്ട് ശ്രീജിത്ത് ഒരു ബൈക്കിൽ, ഈപ്പൻ വേറൊരു വണ്ടിയില്ല, അങ്ങനെയാണ് പോയിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഇത് ഇവർ രണ്ട് ഇത് ശ്രീജിത്ത് ഇറങ്ങി നടന്ന് ചെളിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്ലഷ് ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ വീലങ്ങ് ജാമായി, സ്ലഷിൽ കിടന്നിട്ട് എനിക്ക് കാലൂന്നി തള്ളാനും വയ്യ. എൻ്റെ ബാക്കിൽ ലോറി വന്ന് ഹോണടി. അപ്പോൾ ഇതില്ല നമ്മൾ, അതായത് നമ്മൾ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, എന്തോ ഒരു പാസ് അതിൽ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ ഒരു ടണലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് ഇതിലിങ്ങനെ നിന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ നിന്നപ്പോൾ ഫ്രണ്ടിൽ രണ്ട് കരീഷ്മയും പിന്നൊരു ബൈക്കും കൂടെ വന്നു. അവരെൻ്റെ അടുത്ത് സംസാരിച്ചൊന്നുമില്ല. നമ്മുടെ തൊട്ടിലൊക്കെ കെട്ടണത്തെ ഒരു കയറെടുത്ത് എൻ്റെ ഫോർക്കിൽ ഇങ്ങനെ കെട്ടിയിട്ട് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് എൻ്റെ വണ്ടി അങ്ങ് വലിച്ച്. അപ്പോൾ എനിക്ക് തണുപ്പ് കാരണവും മഴ കാരണവും ഒന്നും അനങ്ങാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുക. വലിച്ച് ഞാൻ കൂടെ ചെറുതായിട്ടൊന്ന് തള്ളി. അവർ എൻ്റെ അടുത്ത്, ഞാൻ ഒരു താങ്ക്സ് പറയാൻ പോലും നിന്നില്ല. അല്ല, അവർ കേൾക്കാൻ നിന്നില്ല, അതാണ് സത്യം. അവർ അങ്ങനെ അങ്ങ് പോയി. അപ്പോഴാണ് ഇതിനകത്തുള്ള ഒരു ബ്രദർഹുഡ് എന്താണെന്നുള്ളത് ഞാൻ പഠിച്ചത്. പിന്നെ ഞങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങളും ചെയ്യാനുള്ളൊരു മൈൻഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പുറകിൽ നിന്ന് ലോറിക്കാരൻ പറഞ്ഞൊരു ഡയലോഗ് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. സാല രാജ് കപൂർ കെ സമാനൊക്കെ ഗാഡിയിലേക്ക് ആയ ഘൂമനെ കേലിയെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് ചിരിച്ചില്ലെങ്കിലും പിന്നീട് അത് ആലോചിക്കുമ്പോൾ എപ്പോഴും ഒറ്റയ്ക്ക് ഇപ്പോൾ ബൈക്കിൽ പോകുമ്പോഴും ആ ഒരു ഡയലോഗ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും. അതാണ് ഒരു കോമഡി ആയിട്ടുണ്ടായിരുന്ന ഒരു സംഭവം. പിന്നെ അവിടെ പിന്നെയെന്ന് വെച്ചാൽ തിരിച്ച് രാജസ്ഥാനിലൊക്കെ എത്തിയപ്പോഴൊക്കെ ഒരാൾ വന്ന് ഭയങ്കരമായിട്ട് കമ്പനി അടിച്ചു. എൻ്റെ ഒപ്പം ഇരുന്ന് ബിയർ കഴിച്ചു. പിന്നീടാണ് അറിഞ്ഞത് ആ ബിയറിൻ്റെ പൈസയും കൂടെ ഞാൻ കൊടുക്കണമെന്ന്. പിന്നെ നമ്മൾ തിരുവനന്തപുരംകാർ അങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നതെന്നൊരു പേരുള്ളത് കൊണ്ടും നമ്മൾ പറ്റിക്കപ്പെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും അടുത്ത ദിവസം ഈ ഞാനവിടെ ഒരു റോഡ് സൈഡ് താപയായിരുന്നു. അപ്പോൾ ഒരു കട്ടിൽ വാടകയ്ക്ക് എടുത്ത് അവിടെ കിടപ്പ്. അന്ന് എത്ര 100-75 അങ്ങനത്തെ ചെറിയ എമൗണ്ടില്ല. അപ്പം ഞാൻ ബില്ല് വന്നപ്പം 3 ബിയറിൻ്റെ കാശ്. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നല്ലേ അടിച്ചുള്ളൂ, മറ്റേത് നിങ്ങളുടെ ഫ്രണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു അതൊന്നും ഞങ്ങൾക്കറിയില്ല, അത് നിങ്ങൾ കൊടുത്തേ ഉള്ളൂ. ഞാൻ തരണ പ്രശ്നമില്ല. ഞാൻ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജും ഇതും കൂടെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു ശരി യോഗി പൊക്കോളാൻ പറഞ്ഞു. അതല്ലാതെ പിന്നെ എനിക്കൊരു നല്ല അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെത് KL രജിസ്ട്രേഷൻ ബൈക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ആ സ്ഥലത്തിൻ്റെ പേരെനിക്ക് കൃത്യം ഓർമ്മയില്ല. ബറോഡ കഴിഞ്ഞിട്ട് ഏതൊരു സ്ഥലമാണ്, ടുവേർഡ്സ് മഹാരാഷ്ട്ര സൈഡ്. ഒരു മലയാളി ഫാമിലി വന്നിട്ട് പരിചയപ്പെട്ട് എനിക്ക് അവിടുത്തെ ചോദിക്കണമെന്നുണ്ടായിരുന്നു, ഒരു ദോശ ചുട്ട് തരുമെന്ന്. പക്ഷെ അവർ തന്നെ എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ആഹാരമൊക്കെ തന്നു. അവർ കിടക്കാൻ അവിടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഹോട്ടലിൽ കിടക്കുന്നു, ബിക്കോസ് ഞാൻ കംഫർട്ടബിളാണ് ഒരു സ്ട്രേഞ്ചറിൻ്റെ ഒരു വീട്ടിൽ ചെന്നിട്ട്. അപ്പോഴാണ് അവിടെ മനസ്സിലായത് അവിടെ ഇഷ്ടം പോലെ മലയാളികൾ തിങ്ങി പാർക്കുന്നൊരു സ്ഥലമായിരുന്നു ഗുജറാത്ത് ആസ് എ സ്റ്റേറ്റ്. അവർ പുള്ളിക്കാരനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് അങ്ങനെ പിന്നെ തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് കുറേ പേര് ബൈക്ക് നിർത്തി ഫോട്ടോ എടുത്തോട്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സാധനം ആ പോകുമ്പോൾ സാധനം അല്ല എന്നുള്ളൊരിത്. ഒത്തിരി പേര് വന്ന് ഫോട്ടോ എടുത്തു. അവരുടെ ചിലർ ഫാമിലി എന്നെ ഓവർടേക്ക് ചെയ്ത് കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് സംസാരിച്ചിട്ടൊക്കെ പോയി. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലൊരു എന്തോ പറയണ ഒരു അഹങ്കാരമോ എന്തൊക്കെയോ നമ്മുടെ മനസ്സിലിങ്ങനെ വരും. പക്ഷെ അതൊരു നല്ല അനുഭവമായിരുന്നു. ഇനിയും പറ്റിയാലൊരു യാത്ര പോകാനായിട്ട് ആ ബൈക്ക് ഇനിയും പറ്റും. പക്ഷേ ഇത് ഇപ്പം പണ്ടത്തെ പോലെയല്ല, സ്പെയർസ് ഇപ്പോൾ കുറച്ചും കൂടെ സ്കേഴ്സിറ്റി ഉണ്ട്. നന്നാക്കുന്ന ആൾ അന്നൊരു മണാലിയിലൊരു ഭൂപീന്ദർ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, എനിക്ക് അവരുടെയൊക്കെ പേര് മറക്കാൻ പറ്റില്ല. പിന്നെ ഒരു ലഡാക്കിലൊരാളുണ്ടായിരുന്നു. പിന്നെ കാർഗിലൊരു മെക്കാനിക്കിനെ ഞങ്ങൾ പരിചയപ്പെട്ടു. കാർഗിലിലോ അതോ എൻ്റെ അടുത്തുള്ള എവിടെയാണ്. ശ്രീനഗറിൽ ഒരാൾ പോലും കണ്ടില്ല. തിരിച്ച് പത്താൻകോട്ടിലൊന്നും ആരുമില്ല. പിന്നെ ചണ്ഡീഗഡിലെ ആരെങ്കിലും ഉള്ളൂ. അപ്പോൾ ഇതിന് മനസ്സിൻ്റെ ഒരു ധൈര്യവും ശരിക്കും വേണ്ടത്, ശരിക്കും തുറന്നു പറഞ്ഞാൽ ഗട്ട്സാണ് വേണ്ടത്. ഇത് പോകാനുള്ള ഗട്ട്സ് വേണം. ഓക്കെ. അപ്പം ഇത്രയും യാത്ര ചെയ്തതിൽ ഏതെങ്കിലും ഒരു ദേശത്ത് പോയപ്പോൾ അവിടുത്തെ പ്രാദേശിക ഭക്ഷണം ഇഷ്ടപ്പെട്ടിരുന്നോ? ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഏതായിരിക്കും സാർ? ഭക്ഷണം എൻ്റെ ഒരു ചോയ്സ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇന്നും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോയി നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് അവിടുത്തെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കയറി കഴിക്കും. നമ്മളൊരിക്കലും അവിടുത്തെ പ്രാദേശിക ഭക്ഷണം നമ്മൾ കഴിക്കാൻ ശ്രമിക്കാറില്ല. ഞാൻ കണ്ടതിൽ, ഞാൻ ഈ ബൈക്ക് ട്രിപ്പിലല്ല, അല്ലാതെ ഞാൻ കണ്ടതിൽ ഒരിക്കൽ, അത് തന്നെ ഞാൻ നൈനിറ്റാൾ പോയപ്പോഴാണോ എവിടെ പോയപ്പോഴാണെങ്കിൽ ഞാൻ അവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ ചോദിക്കുകയാണ് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഏതെങ്കിലും ഉണ്ടോ. അവർ തിരഞ്ഞു കിടക്കുകയാണ്. അപ്പം ഞാൻ അവരുടെ ചോദിച്ചു, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫുഡല്ലേ കഴിക്കേണ്ടത്. അപ്പോൾ അവർക്ക് അതേ പറ്റുള്ളൂ. പക്ഷേ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് കഴിക്കുക. ഞാൻ അങ്ങനെയാണ് കഴിച്ചത്. പക്ഷേ അവിടെ നമ്മുടെ നാട് പോലെ വെജ് റെസ്റ്റോറൻറ്റ്സാണ് ഏറ്റവും കൂടുതൽ. നോൺ വെജ് എന്ന് പറയുന്നത് അവിടെ ഇല്ല, ഒരു പരിധിവരെ ഒരിടത്തും ഇല്ല എന്ന് വേണം പറയാം. അല്ലെങ്കിൽ ഇത് തപ്പി എടുത്ത് പോകണം. പക്ഷേ എനിക്ക് ഫുഡിൻ്റെ പേരൊന്നും അറിയില്ല. മമൂസ് ഏറ്റവും വില കുറച്ച് കഴിച്ചത് ലഡാക്ക് ആ മേഖലയിൽ നിന്നാണ്, ലൈക്ക് ഫ്രം ഹിമാചൽ. അപ്പോൾ അവിടെ മട്ടനാണ് എൻ്റെ അറിവിൽ ശരിയാണെങ്കിൽ ചിക്കനേക്കാൾ വില കുറവെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് 3 മട്ടൺ ബിരിയാണിയായിരുന്നു. ആ 3 മട്ടൺ ബിരിയാണിയിൽ ഞങ്ങൾ പകുതിക്കുള്ളിൽ കളയേണ്ടി വന്നു. കാരണം ഒരു മട്ടൺ എന്ന് പറയുന്നത്, ഒരു മട്ടൺ ബിരിയാണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കൃത്യം 3 പേർക്ക് വൃത്തിയാണ് കഴിക്കാം. ഇവിടുത്തെ അത്രയും ക്വാണ്ടിറ്റി ആയിരുന്നു. എനിക്ക് എവിടെ വെച്ച് കഴിച്ചു എന്നുള്ളത് സത്യം പറഞ്ഞപ്പോൾ അത്രയും വർഷമായി. അങ്ങനെ കുറേ ഇത്. പിന്നെ അവിടെ എന്ന് വെച്ചാൽ ഒരുപാട് അവരുടേതായ കുറേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ വെച്ചിട്ടുള്ള കറികളൊക്കെ ഉണ്ട്. എനിക്ക് പേരുകളൊന്നും അറിയില്ല. പിന്നെ അന്ന് എൻ്റെ ഉണ്ടായിരുന്നത് കടം വാങ്ങിച്ചൊരു സാംസങ്ങിൻ്റെ ഇതായിരുന്നു, എന്തോ ഡിജിറ്റൽ ക്യാമറ ആയിരുന്നു. പിന്നെ ഫോട്ടോ എടുപ്പ് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യവും ഒരു താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അരുണീപ്പനെടുത്ത കുറേ ഫോട്ടോസാണ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ മെമ്മറീസ് എന്ന് പറയാനും വീഡിയോസും എടുത്തതാണ് എന്നുള്ളത്. കാരണം അന്ന് എൻ്റെ ഉണ്ടായിരുന്ന, എനിക്ക് തോന്നുന്നു സാംസങ്ങിൻ്റെ E63 അങ്ങനത്തെ ഏതൊരു ഫോണായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് കൃത്യം ഓർമ്മയില്ല. അതോ അതിൻ്റെ പഴയതാണോ എനിക്ക് കൃത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. ഇത് അങ്ങനത്തെ ഒരു ഫോണുള്ള കാലമായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പിന്നെ ഫുഡിൽ ഏറ്റവും നല്ലതെന്ന് പറയാനായിട്ടൊന്നുമില്ല, എല്ലാം ഏകദേശം നമുക്ക് ഒരുപോലെ തന്നെയാണ്. പിന്നെ രാജസ്ഥാനിൽ കുറച്ചും കൂടെ വെറൈറ്റി ഫുഡായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജയ്പൂരിൽ നിന്ന് കഴിച്ച ഫുഡ് എന്തോ, എനിക്കത് ഓർമ്മയിട്ടില്ല എന്തോന്നാണെന്ന്. മറ്റേ റോട്ടി അങ്ങനത്തെ സാധനമല്ല, റൈസിൻ്റെ അല്ല, അങ്ങനെ കുറേ പലഹാര സാധനങ്ങളൊക്കെ, കുറേ വെറൈറ്റി സാധനങ്ങൾ അവിടെ കുറച്ച് വെറൈറ്റി ആയിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് പഞ്ചാബി താവയിൽ കിട്ടുന്നത് ഇതൊക്കെ ഒരു വെറൈറ്റി ഫുഡായിരുന്നു. അതിൽ നല്ലത് ഏറ്റവും കിടിലം എന്ന് പറയാനായിട്ട് എനിക്ക് അങ്ങനെ ഒരു ചോയ്സിലുള്ളൊരു സാധനം തോന്നിയില്ല. ഓക്കെ. അപ്പം സാറിന് ഈ ഒരു വിൻറ്റേജ് ബൈക്ക്, അതും കേരളത്തിൽ നിന്ന് ഇന്ത്യ മൊത്തം കറങ്ങിയപ്പോൾ സാറിന് കിട്ടിയൊരു ഫീൽ എന്താണെന്നൊന്ന് വിവരിക്കാമോ? ഒരു അഡ്രിനാലിൻ റഷോ അല്ലെങ്കിൽ ആ ഒരു ഫീൽ എന്താണെന്നുള്ളത്? ഫീൽ എന്ന് പറഞ്ഞാൽ, യെസ്, ഗുഡ് ക്വസ്റ്റ്യൻ. ഫീലല്ല, അത് അങ്ങനെ ഒരു അഡ്രിനാലിൻ റഷ് അങ്ങനെയൊന്നും പറയത്തക്ക രീതിയിൽ നമുക്കങ്ങനെ ഒന്നുമില്ല. നമുക്കെന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ്. നമ്മൾ ലൈഫിൽ എവിടെയെങ്കിലും നമ്മൾ തകർന്ന് തരിപ്പണമായിട്ടിരുന്നാൽ പോലും നമുക്ക് ഒരു ഗട്ട്സ് കിട്ടാനായിട്ട് ഒരു യാത്ര, നമ്മൾ ഈ ചെയ്ത യാത്ര എനിക്ക് ഒരുപാട് പ്രചോദനമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. പല സന്ദർഭങ്ങളിലും ഇതിൽ നിന്നുണ്ടായ ഒരു തരം ഒരു എന്തോന്ന് പറയണം, ഒരു ഗട്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിത് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നൊരു തൃപ്തി എന്ന് പറയുന്നത് നമ്മൾ ആരും ചെയ്യാത്തത് ഞാൻ ചെയ്തു എന്നുള്ളൊരു തൃപ്തിയല്ല, എന്നെക്കൊണ്ടിത് സാധിച്ചു. അപ്പോൾ പലപ്പോഴും പേഴ്സണലി അല്ലെങ്കിൽ ഒഫീഷ്യലി ഒക്കെ നമ്മൾ ഡള്ളാവുമ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് ഇതിനേക്കാൾ അപ്പുറം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് വന്നതും ഇതിനാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോർമേഷൻ വന്നൊരു സമയം. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് പോകുമ്പം 1.5 മാസത്തെ ലീവ് അപ്ലൈ ചെയ്തിട്ടാണ് പോയത്. അപ്പം ഞങ്ങൾ ലഡാക്കിലെത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടി ആന്ധ്രയിലേക്കെന്ന്. അപ്പം ഞാൻ അവിടെ വെച്ച് ഫുള്ളി എന്താ പറയുന്ന ബ്രോക്കായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പൈസയും തീർന്ന്, പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്തൊരു രീതിയിലായിരുന്നു 2011. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ 1-2 പേര് പൈസ ഇട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അതാണ് അതിലെ സത്യം. പിന്നെ തിരിച്ചു വന്ന് കിട്ടാനുള്ള പൈസ കിട്ടി, അതെല്ലാം കഴിഞ്ഞിട്ടൊക്കെയാണ് സ്വസ്ഥമായത്. പക്ഷേ എനിക്ക് അന്ന് അതിലൊരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. എവിടെ
നമുക്ക് എവിടെയൊക്കെ ആരൊക്കെ എന്തൊക്കെ നമ്മളെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം പഠിച്ചത് ഈ യാത്രയിൽ നിന്ന് കിട്ടിയൊരു പാഠത്തിലൊന്നാണ്. ഒരു പാഠം എന്ന് പറയുന്നത് നമ്മുടെ മണി മാനേജ്മെൻറ്റ് ഇതിൽ ഒരു മെയിൻ ഘടകമായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ പോയിട്ട് വന്നപ്പോൾ എനിക്ക് ഫുൾ കടത്തിലായിരുന്നു. പിന്നെ ആ കടം ഫുള്ള് വീട്ടി. അതിന് രണ്ടാമത് പോയപ്പം ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു, എൻ്റെ പണി പോവും, ഇങ്ങനെയൊക്കെ ലീവ് എടുത്ത് വരാം. അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തിട്ട് പിന്നെ അത് പോയി. ഇപ്പോൾ ഇനി ഞാൻ അടുത്തൊരു ട്രിപ്പ് പ്ലാൻ ഇട്ടത് ഭൂട്ടാനും ആ ഒരു മേഖലയായിരുന്നു. പിന്നീടാണ് പറഞ്ഞത് ഭൂട്ടാനിൽ ഒരുപാട് റെസ്ട്രിക്ഷനും ഒരുപാട് പൈസയാവും, പെർ ഡേ ഒരു ഗൈഡിന് ഇത്ര രൂപ വെച്ച് കൊടുത്ത്. അപ്പോൾ അത്രയും കണ്ടുപോകാനുള്ള സ്ഥലം ഭൂട്ടാനില്ല. അതിനെക്കാട്ടിലും എത്രയോ സുന്ദരമായ വാലീസ് ഉള്ളതാണ് ഉത്തരാഖണ്ഡ്. അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പുതിയ ബൈക്കും ഉണ്ട് SD-യുടെ. പക്ഷേ പോകുന്നെങ്കിൽ ഞാൻ പഴയ ബൈക്കിൽ ഇവിടെ നിന്ന് ഡൽഹി വല്ലതും എത്തിച്ച് അവിടെ നിന്ന് പിന്നെ ഓട്ടിച്ച് ഒരു ഇത് വരും. പിന്നെ നിങ്ങൾക്കൊരു അടുത്ത ചോദ്യം എന്നോട് വേണമെങ്കിൽ ചോദിക്കാം, എന്തുകൊണ്ട് ഇവിടെ നിന്നേ പോയിക്കൂടാതെ? ഇവിടെ നിന്നേ ഓടിച്ച് പോകുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ഡൽഹി എത്തുമ്പോഴത്തേക്ക് ഏകദേശം 3000-4000 കിലോമീറ്റർ എത്തും. ഈ 3000-4000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത് നല്ല നമ്മൾ ഫുള്ളി സോങ്ഡായിരിക്കും 90%. പിന്നെ നമുക്ക് പുതുതായിട്ടൊരു ത്രില്ല് കിട്ടില്ല. മറ്റേത് ഡൽഹിയിൽ നിന്ന് യാത്ര ആരംഭിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര വലിയ അപ്പോൾ അവിടെ നിന്നൊരു 400-500 കിലോമീറ്ററിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ഡാർജിലിംഗ് ഡെറാഡൂൺ ഉൾപ്പെടെ അതിൻ്റെ അടുത്തുള്ള ഒരുപാട് റാണിക്കേട്ട്, അൽമോറ ഈ വക സ്ഥലങ്ങളെല്ലാം ഈ ഒരു കിലോമീറ്ററിൽ ഒരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 2000 കിലോമീറ്ററിൽ കറങ്ങാം. പിന്നെ തിരിച്ചിങ്ങോട്ട് ഓടിക്കാനായിട്ട് ഇനി ഞാനൊരു പ്ലാൻ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കാണാനായിട്ട് പ്രത്യേകിച്ച് വലിയ സ്ഥലങ്ങളൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഇപ്പം താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ ഇന്ത്യ ഫുള്ള് കറങ്ങിയെന്നാണ്. ഇന്ത്യ ഫുള്ളൊന്നും കറങ്ങിയിട്ടില്ല. ഇന്ത്യയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ളവർ ഇപ്പോൾ വിയറ്റ്നാമിൽ കയറി പോകുന്നുണ്ട്, പലയിടത്തും പോകുന്നുണ്ട്. ഇവിടെ എത്ര പേര് ബദരീനാഥ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് ഞാൻ ഈ നേരത്തെ പറഞ്ഞ റാണിഗേട്ട് അൽമോറയിൽ പോയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഫോറിനേഴ്സ് ഒന്നും സ്റ്റേ ചെയ്യും ഇഷ്ടംപോലെ. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് ഫ്ലൈറ്റിൽ കയറി മറ്റൊരു രാജ്യത്ത് പോകുന്നതിലാണ് കൂടുതൽ താല്പര്യം.